ഭാരതത്തിൽ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ മിമിക്രിക്കാരനാണ്. ആരുടെയും പെരുമാറ്റം അദ്ദേഹം അനുകരിച്ച് കാണിക്കും. അപ്പോൾ അച്ഛനെയും ഗോഷ്ടി കാണിക്കും. അച്ഛൻ്റെ മാനറിസമൊക്കെ കണ്ടുവച്ചിട്ട് അച്ഛൻ വർത്തമാനം കഴിയുമ്പോൾ അതെല്ലാം ആവർത്തിച്ച് കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ദേഷ്യം കയറി പോകുന്നത്. ഭീമൻ നടക്കുന്നത് ഭീമൻ്റെ നേരെ നിന്നിട്ട് ഭീമൻ നടക്കുന്നത് നടന്ന് കാണിക്കും. ഭീമന് നല്ല വലിയ ശരീരമാണല്ലോ. അപ്പോൾ വലിയ ശരീരം കൊണ്ട് നടക്കുന്നതിന് സാധാരണ ചെറിയ ശരീരം കൊണ്ട് നടക്കുന്നത് പോലത്തെ പ്രത്യേകതകളല്ലല്ലോ, ശാരീരിക ചേഷ്ടകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അതങ്ങനെ തന്നെ കാണിക്കും ഭീമനെ നോക്കി. ഇങ്ങനെയാണ് വഴക്കുണ്ടാകുന്നത് ചെറുപ്പത്തിൽ. അപ്പോൾ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു ദുര്യോധനൻ. ഇത് മഹർഷിമാരെയും കാണിക്കും. അങ്ങനെയാണ് ചില ശാപങ്ങളൊക്കെ വാങ്ങിച്ച് ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിറച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇന്നോവറ്റി ആയിരുന്നെങ്കിൽ ഒരു നാഷണൽ അവാർഡ് കിട്ടത്തക്ക വിധത്തിലുള്ള നടനായിട്ടായിരിക്കും ഇദ്ദേഹം മാറാൻ പോകുന്നത്. വിടനായ നടനായിട്ടായിരിക്കും മാറാൻ പോകുന്നത്. വിടനടൻ.